ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഈ ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫേസ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. വളരെ സിമ്പിൾ സ്റ്റെപ്സേ ഉള്ളൂ, സിമ്പിൾ മേക്കപ്പേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പ്രൈമറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൈമർ മാക്കിൻ്റെ പ്രിപ്പ് ആൻഡ് പ്രൈമാണ്. നിങ്ങളുടെ കയ്യിൽ എന്ത് പ്രൈമറാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ പല പ്രൈസ് റേഞ്ചിലുള്ള പ്രൈമേഴ്സ് അവൈലബിൾ ആണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ, കളർ ബാറിൻ്റെ, അങ്ങനെ പല ടൈപ്പ് പ്രൈമേഴ്സ് അവൈലബിൾ ആണ്. ആ പ്രൈമർ അല്ലാതെ നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യരുത്, കാരണം അത് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. എൻ്റെ ഫേസിൽ നോക്കിയാൽ കാണാൻ പറ്റും, എൻ്റെ ഫേസിൽ ഡാർക്ക് സർക്കിളുണ്ട്, കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിളുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കവർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു നാച്ചുറൽ മേക്കപ്പ് ലുക്കാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സ്കിൻ ടോൺ ഒന്ന് ഈവൻ ആക്കുക, അത്ര മാത്രമേ ഞാൻ ഇന്ന് ചെയ്യുന്നുള്ളൂ. ഇന്ന് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ മെബിലിൻ ഫിറ്റ്മിയുടെ 230 എന്ന നമ്പർ ഫൗണ്ടേഷനാണ്. ഇതെൻ്റെ കറക്റ്റ് സ്കിൻ കളറാണ്. ഈ ഫൗണ്ടേഷന് വളരെ ലൈറ്റ് കവറേജേ ഉള്ളൂ. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഈ ഫൗണ്ടേഷൻ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ പൗഡർ വെച്ച് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല, കാരണം എനിക്ക് ഒരു നാച്ചുറൽ ലുക്കാണ് വേണ്ടത്. നമ്മൾ പൗഡർ വെച്ച് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അതൊരു മാറ്റ് ലുക്കിലേക്ക് പോകും. സോ എനിക്ക് മാറ്റ് ലുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പൗഡർ വെച്ച് സെറ്റ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് നമുക്ക് കണ്ണിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് കളർ ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഐ ഷാഡോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വളരെ ലൈറ്റ് കളർ, ഒരു ബ്രൗൺ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതിനായിട്ട് ഞാൻ ഈ ഹ്യൂഡോ ബ്യൂട്ടി പാലറ്റിലെ ഈ ഒരു ബ്രൗൺ കളറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് സാൻഡൽ വുഡ് എന്ന് പറയുന്ന ബ്രൗൺ കളറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോൾ പതിയെ കളറാക്കി വേണം വരാനായിട്ട്. ഒറ്റ അടിക്ക് ബ്രഷിൽ ഇങ്ങനെ എടുത്തിട്ട് ഒറ്റ കൊണ്ട് കുത്തരുത്. നമ്മുടെ കണ്ണിന് മുകളിൽ ഒരുപാട് കളറാവും, പിന്നെ നമുക്കത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല ക്ഷമാപൂർവ്വം വേണം നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാനായിട്ട്. കുറച്ച് പ്രോഡക്റ്റ്സ് എടുത്ത് ഒന്ന് ഡസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് കണ്ണിൻ്റെ മുകളിലായിട്ട്. ഇത് നമുക്ക് ഐ ഷാഡോ വെച്ചിട്ട് തന്നെ കണ്ണിന് മുകളിലൊരു കളർ കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ നല്ല ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഒരു മോണോക്രോമാറ്റിക് ഐ ഷാഡോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഷെയ്ഡ് ഐ ഷാഡോ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഇനി കണ്ണെഴുത്തിലേക്ക് പോകാം അല്ലേ. കണ്ണെഴുതാനായിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാം? കണ്ണെഴുതാനായിട്ട് ഐലൈനർ യൂസ് ചെയ്യാം, ഐജൽ യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് കണ്ണെഴുതാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ കണ്ണെഴുതാൻ പോകുന്നത് മാക്കിൻ്റെ ഐജൽ വെച്ചിട്ടാണ്. ഈ ഐജൽ തന്നെ പല പ്രൈസ് റേഞ്ചിൽ കിട്ടും, അവൈലബിൾ ആണ്. മെബിലിൻ്റെ ഉണ്ട്, ഇൻഗ്ലോട്ടിൻ്റെ ഉണ്ട്, മാക്കിൻ്റെ ഉണ്ട്. അപ്പോൾ പല പ്രൈസ് റേഞ്ചിൽ നമ്മുടെ ഐജൽ അവൈലബിൾ ആണ്. അപ്പോൾ ഐജൽ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഐജൽ എടുക്കുമ്പോൾ കുറച്ചൊരു സ്പാച്ചുല വെച്ചിട്ട് കുറച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഐജൽ അതേപടി അടച്ചു വയ്ക്കുക. ഓക്കെ, നേരമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം കട്ടയായി പോകും, പിന്നെ ഇത് ഒന്നിനും കൊള്ളില്ലാത്തൊരു സാധനമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഐജൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം നമ്മൾ അടച്ചു വയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ ഒരു പെൻസിൽ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് കണ്ണിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് വരച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കണ്ണ് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇനി അടുത്ത കണ്ണ് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന ഐബ്രോയുടെ എൻഡിൻ പോർഷൻ്റെ ആ ഡയറക്ഷൻ ലക്ഷ്യമാക്കി ഒരു വര വരച്ചു. അതിനുശേഷം ഐസിൻ്റെ മിഡിൽ ഭാഗത്തു നിന്ന് ആ വരയിലേക്ക് നമ്മൾ ഒരു വര കൂടി വരച്ച് ജോയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊന്നുമില്ല, ആ ഉൾഭാഗം അതിനുള്ളിലെ ആ സ്പേസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. വളരെ സിമ്പിളാണ് ഈ ഐ ഡ്രോ ചെയ്യാനായിട്ട്. മാക്കിൻ്റെ ഐജൽ നല്ല സോഫ്റ്റ് കൺസിസ്റ്റൻസിയാണ്, നമുക്ക് കണ്ണെഴുതാനാണെങ്കിലും നല്ല എളുപ്പമുണ്ട്. പിന്നെ ഐജലിൻ്റെ ഒരൊറ്റ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ കട്ടയായി പോകുന്നുള്ളൊരു വിഷയമല്ലാതെ നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞാൽ നല്ലൊരു ബ്ലാക്ക് കളർ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ നിന്ന് നമ്മളൊരു ലൈൻ വരച്ച് നമ്മൾ കണ്ണെഴുത്ത് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര കണ്ണെഴുതാൻ അറിയില്ലാത്തവർക്കും എഴുതാനായിട്ട് ഈസി സ്റ്റെപ്സാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇത് ആർക്ക് വേണേലും ചെയ്യാവുന്നതാണ്, അത്രയ്ക്ക് ഡ്രോയിങ് അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ കണ്ണെഴുതി എടുക്കാവുന്നതാണ്. നമ്മൾ പെൻസിൽ ബ്രഷ് യൂസ് ചെയ്ത് ഐസ് നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷിങ് നമുക്ക് ഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അതർവൈസ് ഐജലിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ബ്രഷ് കിട്ടും, അത് വെച്ച് എഴുതാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ഹായ് ഗൈസ്, അപ്പം നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് 2 ഐസും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ചെയ്യാനായിട്ടുള്ള സിമ്പിൾ ട്രിക്സ് ഞാൻ പറഞ്ഞു തന്നില്ലേ. ഫസ്റ്റ് നമ്മൾ ഐബ്രോസിൻ്റെ ഡയറക്ഷനിലേക്ക് ഒരു
വര വരയ്ക്കുക. അതിനുശേഷം ഈ ഐസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. പിന്നെ അത് ഫില്ല് ചെയ്യുക. പിന്നെ മൊത്തം എഴുതി യോജിപ്പിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഐ ലുക്കിന് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് മാക്കിൻ്റെ മസ്കാരയാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത്? ലോറിയൽ പാരീസ് ആണോ, മെബ്ലിൻ ആണോ? അതൊന്നും ഒരു പ്രശ്നമല്ല. ഏതാണേലും നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാൻ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ ബ്രൈഡൽ വർക്ക്സ് ഒക്കെ പുറത്ത് പോയി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്തത്. ഓക്കെ, നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫേക്ക് ലാഷും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ഹെവി ആയിട്ട് മസ്കാര അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് ലൈറ്റായിട്ട് ഞാൻ മസ്കാര ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഐലാഷ് കൂടി ഒട്ടിച്ചു. എനിക്ക് ഐലാഷ് ഒട്ടിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ ഐലാഷ് ഒട്ടിക്കുക എന്നുള്ളത് മേക്കപ്പിൽ. ഐലാഷ് ഒട്ടിക്കുന്നതും കോണ്ടാക്ട് ലെൻസ് വയ്ക്കുന്നതും എനിക്ക് തീരെ ഇഷ്ടമില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ആ മേക്കപ്പിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ ഇത് രണ്ടും കൂടിയേ തീരുള്ളൂ. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവങ്ങളാണ് രണ്ടും. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഈ ലുക്കിലേക്ക് ഞാൻ ചെയ്യുന്നത് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മെയിനായിട്ടും ഹൈലൈറ്റർ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത് നമ്മുടെ ഐബ്രോസിൻ്റെ താഴെ കുറച്ച് ഹൈലൈറ്റർ ഉണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോസ് കുറച്ചുകൂടി എടുത്ത് നിൽക്കാൻ ഹെൽപ്ഫുള്ളാണ്. മുമ്പായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ യൂസ് ചെയ്യുന്ന ഹൈലൈറ്റർ മാക്കിൻ്റെ ഹൈലൈറ്ററാണ്. ഹൈലൈറ്റർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പല ബ്രാൻഡിൻ്റെ ഉണ്ട്. ഇനി ഐ ഷാഡോ പാലറ്റിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡ് യൂസ് ചെയ്താൽ മതി. ക്രീം കളർ ഇതൊക്കെ നമുക്ക് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹൈലൈറ്റർ ഇല്ലാന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട. നമുക്ക് ഐ ഷാഡോ പാലറ്റിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡ് ആണെങ്കിൽ നമുക്ക് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഐബ്രോസിൻ്റെ താഴെ മെയിൻ ഹൈലൈറ്റിംഗ് പോർഷനാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ മെയിൻ ഹൈലൈറ്റിംഗ് പോർഷനാണ് നമ്മുടെ നോസ് ബ്രിഡ്ജ്. ഇവിടെ ഞാൻ കുറച്ച് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നു. പിന്നെ ഈ കവിളിൻ്റെ ഭാഗത്ത്, അതായത് നമ്മുടെ ഈ ഒരു ബോൺ വരുന്നുണ്ട് ഇവിടെ, ഈ ബോണ്ട് ഇവിടെ ആയിട്ടാണ് നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ ഒരു ന്യൂജൻ പിള്ളേർക്ക് ഹൈലൈറ്റർ ഭയങ്കര ട്രെൻഡായിട്ട് വരുവാണ്. എല്ലാവർക്കും ഒരു ഗ്ലോയി ഫേസാണ് ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു മാറ്റ് ഫിനിഷ് മേക്കപ്പിലേക്ക് ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. സോ ഹൈലൈറ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ലൈറ്റായിട്ടാട്ടോ നമ്മളെല്ലാം ചെയ്യുന്നുള്ളൂ എന്ന്. അപ്പം ഞാൻ അടുത്തായിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പോകണം. നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മൾ ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട് ലിപ്പിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അല്ല, ലിപ്പ് പ്രൈമറാണ്. ഇതില്ലാത്തൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താലും മതി. നമ്മളൊരു ലിപ് ബ്രഷ് വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ലിപ്പ് പ്രൈമർ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരു ലിപ്പ് പെൻസിൽ വെച്ച് നമ്മൾ നമ്മുടെ ലിപ്സ് നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇത് മാക്കിൻ്റെ ലിപ്പ് പെൻസിലാണ്. മാക്കിൻ്റെ ലിപ്പ് പെൻസിൽ ഏതാണ് ഷെയ്ഡ്? ബ്രിക്ക് എന്ന് പറയുന്ന ഷെയ്ഡാണിത്. ഇത് ഒരുമാതിരി എല്ലാ റെഡ് ലിപ്സ്റ്റിക്കിനും നമുക്ക് ലിപ്പ് ലൈനറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്പ് പെൻസിലാണ്. അപ്പോൾ നമുക്ക് ഈ ലിപ്പ് പെൻസിൽ വെച്ചിട്ട് നമുക്ക് ലിപ്സ് ഒന്ന് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. കൂടെ ലിപ്പ് പെൻസിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ചുണ്ടിൻ്റെ ആ ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇടുന്ന ലിപ്സ്റ്റിക്കൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യാനും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. ലിപ്സിൻ്റെ നിറം ഈവൻ ആക്കാനും ഈ ലിപ്പ് ലൈനർ വെച്ച് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഹ്യൂഡയുടെ ലിപ്സ്റ്റിക്കാണ്. ഹ്യൂഡയുടെ ഐക്കോൺ എന്ന് പറയുന്ന ഷെയ്ഡാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക്കാണിത്. ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ തന്നെയുള്ള ആപ്ലിക്കേറ്റർ വെച്ചിട്ട് തന്നെയാണ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ബ്രഷ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇതേ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് കവളിലും മൂക്കിലും ഒക്കെ ഒന്ന് ബ്ലഷ് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു നാച്ചുറൽ ലുക്കിന് വേണ്ടി മുഖമൊക്കെ ഒന്ന് തുടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബ്ലഷ് ഇല്ലാത്തവർ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് ചെയ്താലും മതി. അപ്പോൾ നോർമലി ഞാൻ ഐബ്രോസ് ഷെയ്ഡ് ചെയ്യുന്നത് പാക്കിൻ്റെ ഈ ഐബ്രോ പൗഡർ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഐബ്രോ പെൻസിൽസ് അവൈലബിൾ ആണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ്. ഇതിന് ഏകദേശം ഒരു 65 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ്. പെൻസിൽ അധികം യൂസ് ചെയ്യാറില്ല. പെട്ടെന്നൊക്കെ പുറത്ത് പോകണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് പോകും. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. കോണ്ടാക്ട് ലെൻസും ഫേക്ക് ലാഷും എല്ലാം കൂടെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന സ്പൂളി ബ്രഷാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നു ഐബ്രോസ്. അതിനുശേഷം നമ്മുടെ ആംഗുലർ ബ്രഷ് യൂസ് ചെയ്ത്, എന്ത് ആംഗുലർ ബ്രഷ്? ഓക്കെ, ഈ ആംഗുലർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്.
അപ്പോൾ ഞാൻ ഇന്ന് ഐബ്രോ ചെയ്യുന്നത് ഐബ്രോ പൗഡർ വെച്ചിട്ടാണ്. പാക്കിൻ്റെ അടിപൊളി ഐബ്രോ പൗഡറാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ. വളരെ സിമ്പിളായിട്ട് ഒരു ആംഗുലർ ബ്രഷ് വെച്ചിട്ട്, ഐബ്രോ ബ്രഷാണത്, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തതേ ഉള്ളൂ. വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്, നല്ല യൂസർ ഫ്രണ്ട്ലിയാണ്, നല്ല പിഗ്മെൻറ്റഡ് ആണ് ഈ ഐബ്രോ പൗഡർ. നല്ലൊരു ഐബ്രോ പൗഡറാണ്. അപ്പോൾ ഡിയർ ഗൈസ്, എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട്, മറ്റൊരു ഇൻഫോർമേറ്റീവ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എൻ്റെ ഒരു എളിയ റിക്വസ്റ്റ്, എൻ്റെ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ അമർത്തുക. കൂടെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടണും ഒന്ന് ഞെക്കിയേരെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ ബൈ. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ലുക്കും മേക്കപ്പും ഡ്രസ്സും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ആക്സസറി ആയിട്ടൊരു വാച്ചും അതിനോട് ചേരുന്ന ഒരു ഷൂസും മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പം ഇനിയും ഇങ്ങനത്തെ ഫാഷൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.